ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ബെന്നി ഗാൻസുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. UN സ്റ്റേറ്റ് കൌൺസിൽ യോഗം ചേർന്ന് അടിയന്തര വെടിനിർത്തൽ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് ഗാൻസുമായി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നത്. UAEയിൽ വിസ നടപടികൾ ലഘൂകരിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഇമാറൈറ്റേഷൻ മന്ത്രാലയം വർക്ക് ബണ്ടിൽ വെബ്സൈറ്റിലൂടെ 5 ദിവസം കൊണ്ട് വിസയും വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുമുള്ളവ ലഭ്യമാക്കുന്നതാണ് പുതിയ തീരുമാനം. കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി 16 രേഖകൾക്ക് പകരം 5 രേഖകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാം. രാജ്യത്ത് സമാധാനം വർദ്ധിപ്പിക്കുന്നതിൽ UAE മുന്നിലെന്ന് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിപ്പോർട്ടുകൾ. കണക്കുകൾ പ്രകാരം 31 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി UAE ഇപ്പോൾ 53ാം റാങ്കിലാണ്. UAEയിൽ 1796 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 20 കാലാവസ്ഥാ വിദഗ്ധർ. 13 മണിക്കൂറും 48 മിനിറ്റുമാണ് ഈ ദിവസത്തെ പകൽ ദൈർഘ്യം. താപനില 43 ഡിഗ്രി വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷത്തെ വേനൽ നേരത്തെ അവസാനിക്കുന്നതിന്റെ ഭാഗമായാണിത്. അബുദാബിയിൽ അമിത വേഗത്തെ തുടർന്ന് വാഹനം അപകടത്തിൽപ്പെട്ടു. ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അബുദാബി പോലീസ് പങ്കുവച്ചു. മറ്റു വാഹനങ്ങളുമായി ആവശ്യമായ ദൂരം സൂക്ഷിക്കാതെയുള്ള അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് 31 സെക്കൻഡുള്ള വീഡിയോയിൽ വ്യക്തമാണ്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പെരുന്നാൾ തിരക്ക് പ്രമാണിച്ച് യാത്രക്കാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഖത്തർ. വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്യുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. പരമാവധി സെൽഫ് സർവീസ് സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി. ജൂൺ 13 ഖത്തറിൽ നിന്ന് പോകുന്നവരുടെയും 20 വരുന്നവരുടെയും തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിൽ വനിതാ ജയിലിൽ അധികൃതരുടെ മിന്നൽ പരിശോധനയിൽ മയക്കുമരുന്നുകളും ആയുധങ്ങളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ ബാർക്കോഴ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എക്സൈസ് വകുപ്പിനെ ടൂറിസം മന്ത്രി ഹൈജാക്ക് ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു.